നമസ്കാരം പ്രിയപ്പെട്ട സ്കൂൾ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് വൈദ്യദർശനം കുടുംബാംഗങ്ങളെ, ഞാൻ നിങ്ങളെ ഒരു ചെടിയെ പരിചയപ്പെടുത്താമെന്നോർത്തിപ്പം ഒരു ചെടിയുടെ അടുത്ത് നിന്ന് ഒരു ചെറിയ വീഡിയോ എടുക്കുകയാണ്. എടുക്കുമ്പം ഇവിടെ 1 2 3 4 5 ചെടികൾ, ഒരേ സ്ഥലത്ത് 5 ചെടികളുണ്ട്. ഈ 5 ചെടികളും നമ്മളൊരു കാട്ടുചെടിയായിട്ട് കാണുന്ന ചെടികളാണ്. പക്ഷേ ഇതൊരു 5 ഔഷധ ചെടികളും കൂടിയാണ്. അപ്പം ഒരേ സമയത്ത് 5 ചെടികളെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പം ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇതുണ്ടോ, ഈ ചെടി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. മണിത്തക്കാളി എന്ന് പറയും, ഇല്ലെങ്കിൽ കാക്കപ്പഴം എന്ന് പറയും. കാക്കപ്പഴം എന്ന് പറയാനുള്ള പേര്, കാക്ക എന്ന് പറയുന്ന പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന ഭക്ഷണം ഈ മണിത്തക്കാളിയുടെ ഈ കറുത്ത പഴമാണെന്നാണ് ഒരു ഐതിഹ്യത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് കാക്കപ്പഴം എന്നുള്ള പേര്. കൂടാതെ ഇതിന് കാക്കപ്പഴം എന്നുള്ള പേര് വരാനുള്ള ഒരു കാര്യം പറയുന്നത്, ഇതിൻ്റെ കായ്ക്ക് പച്ചയും പഴുത്താൽ നല്ല കാക്കയെ പോലെ കറുപ്പ് കളറുള്ളതുകൊണ്ട് അത് കാക്കപ്പഴം എന്നുള്ള പേര് വന്നു എന്നാണ്. ഇത് ധാരാളമായിട്ട് ഔഷധ യോഗമുള്ളതാണ്. ഇതിൻ്റെ ഇല ഉപ്പേരി വെച്ച് കഴിച്ചാൽ നമുക്ക് കരളിലുണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കും ലിവറിലെ ടോക്സിനൊക്കെ പോയി ലിവർ നല്ല ക്ലീനായിട്ട് വരും. നമ്മുടെ തൊടിയിലൊക്കെ നട്ടു വളർത്തി ഇതിൻ്റെ ഇല നമുക്ക് ഉപ്പേരിയൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഇതൊരു 10-20 ദിവസം നിങ്ങൾ അടുപ്പിച്ച് ഇതിൻ്റെ പഴം ഒരു പിടി നമ്മുടെ കൈക്ക് ഒരു പിടി വെച്ചിട്ട് ഒരു 20 ദിവസം കഴിച്ച് നോക്കൂ. നിങ്ങളുടെ കാഴ്ച നല്ലപോലെ വർദ്ധിച്ചതായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ റിസർച്ച് ചെയ്ത് എന്താണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകമെന്നൊക്കെ കണ്ടെത്തി ഒരു പ്രൊഡക്റ്റായിട്ട് ഇല്ലെങ്കിൽ ഒരു മെഡിസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാക്കപ്പഴം എന്ന് പറയുന്ന, ഇല്ലേ മണിത്തക്കാളി എന്ന് പറയുന്ന ഈ ഔഷധച്ചെടി ഇത് ഉപ്പേരി വെച്ച് കഴിച്ച് നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ ശോധനയൊക്കെ വളരെ നല്ല രീതിയിലായി നമുക്ക് നല്ല ഉന്മേഷം വരും. അപ്പോൾ ഇത് കാക്കപ്പഴം, മണിത്തക്കാളി എന്നൊക്കെ പറയുന്ന ഈ കാന്താരിപ്പഴം എന്നും ഒരു പേരുണ്ട്. ഈ ചെടിയെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുതന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ, ഇതിൻ്റെ ചുവട്ടിൽ തന്നെ വേറൊരു ചെടിയുണ്ട്. ഇത് നമ്മുടെ കുറുന്തോട്ടി വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതുകൊണ്ട് ഇതാണ് ആ ചെടി. കുറുന്തോട്ടി വർഗ്ഗമാണ്. കുറുന്തോട്ടിയുടെ കായൊക്കെ പോലെയുണ്ട്. കുറുന്തോട്ടിയുടെ ഫാമിലി തന്നെയാണ്, ബെല ഫാമിലിയിലാണ്. പക്ഷേ ഇത് കുറച്ച് പൊങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ പൂവൊന്നുമില്ല, അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങളെ ഇട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ കാട്ടപ്പ എന്ന് പറയുന്ന ചെടി. കാട്ടപ്പ ഒരു സിനിമയിലൊക്കെ പറയുന്നുണ്ട് കാട്ടപ്പ എന്നൊക്കെ. അതല്ല, അപ്പ ഫാമിലിയിൽ ധാരാളം ചെടികളുണ്ട്. അതിലൊരു ചെടിയാണ്. വെള്ളപ്പൂവാണിതിൽ. ഇതിന് നല്ല സുഗന്ധമുണ്ട് ഇതിൻ്റെ ഇലയ്ക്ക്. ഇത് നമുക്ക് തലവേദനയുള്ള സമയത്ത്, മൈഗ്രെയിനുള്ള സമയത്ത് ഇതിൻ്റെ ഇല പറിച്ചിട്ട് തിരുമി ശരിക്ക് ചെന്നിയിൽ 2 ഭാഗത്തും പുരട്ടിയാൽ ഏത് മൈഗ്രെയിനും നമുക്ക് പെട്ടെന്ന് മാറുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെടി വേറൊരു വലിയൊരു ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ പൈൽസ് രോഗികൾക്ക് മലമൊന്നും പോവാതെ മലദ്വാരവും മലശയത്തിൻ്റെ ഭാഗമൊക്കെ വീങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇല ഞെരടിയിട്ട് മലദ്വാരത്തിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ആ വീക്കവും പുകച്ചിലും ഒക്കെ പോയി നമുക്ക് മലമൊക്കെ നല്ല ക്വാണ്ടിറ്റിയിൽ പോകും. അതുപോലെ തന്നെ അടുത്ത ഒരു ചെടി ഇതുണ്ടോ, കോളാമ്പിപ്പൂവ്, ആകാശവല്ലി എന്നൊക്കെ പറയും. ഇത് ചെറിയ ചുണ്ടൊക്കെയുള്ള പക്ഷികൾ ഇതിൻ്റെ അകത്തുനിന്ന് ധാരാളമായിട്ട് ഈ പൂന്തേനൊക്കെ കഴിക്കും. വളരെ നല്ലൊരു ഔഷധ ചെടിയും കൂടിയാണ് ഈ വള്ളി ചെടി. ഇത് നമ്മുടെ ഗർഭാശയ അണ്ഡാശയ രോഗങ്ങൾക്കൊക്കെ തന്നെ ഇതിൻ്റെ വേരെടുത്തിട്ട് പ്രത്യേക രീതിയിൽ കഷായം വെച്ച് ഉപയോഗിക്കാൻ കൊള്ളും. പിന്നെ നമ്മുടെ മീനാങ്കണ്ണി, പൊന്നാങ്കണ്ണിയൊക്കെ പറയുന്ന പൊന്നാങ്കണ്ണിയുടെ ഒരു ആഭരണമായിട്ടൊരു ചെടിയാണിത്. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് മിക്ക ആൾക്കാരും പൊന്നാങ്കണ്ണിയാണെന്നും പറഞ്ഞ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നുണ്ട്. ഇതൊരു അധിനിവേശ സസ്യമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനിയും ഇതിനകത്ത് ധാരാളം ചെടികളുണ്ട്. അവിടെ ഒരു ചെറിയ തഴുതാമയുണ്ട്. തഴുതാമ ഇപ്പോൾ ഞാൻ 5 പറഞ്ഞിട്ട് ഇപ്പോൾ 6 തഴുതാമയെ അവിടെ കാണുന്നുണ്ട്. ചെറിയൊരു ചുവട് തഴുതാമ കാണുന്നുണ്ട്. എന്താണെങ്കിലും ഈ മണിത്തക്കാളി എന്ന് പറയുന്ന ഈ സുന്ദരിക്കോതയെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ചെടിയും കൂടെ പരിചയപ്പെടാൻ കഴിഞ്ഞു. നിങ്ങളുടെ ശ്രീനിവാസ് വൈദ്യർ, വയനാട്. ഒരു ചെടിയും കൂടെ ഇവിടെ ഉണ്ട്. കാട്ടപ്പയുടെ വേറൊരു ഫാമിലിയാണ്. ഇതൊരു മണിത്തക്കാളിയാണ്. ഈ മണിത്തക്കാളിയുടെ പഴമുണ്ട്. എന്നാലും ഞാൻ ഈ പഴങ്ങളിപ്പോൾ പറിച്ചിട്ട് ഞാൻ കഴിക്കാൻ പോവാണ്. എൻ്റെ കണ്ണിനും ഇച്ചിരി കാഴ്ചയൊക്കെ നല്ലപോലെ വർദ്ധിക്കട്ടെ. എൻ്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, നിരന്തരമായിട്ടുള്ള പരിശീലനം കൊണ്ടായിരിക്കാം. എപ്പോഴും തന്നെ എൻ്റെ കണ്ണിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ലൈറ്റില്ലാതെയൊക്കെ രാത്രിയിലൊക്കെ സഞ്ചരിക്കാൻ പറ്റും. ഇപ്പോൾ മണിത്തക്കാളിയുടെ പഴവും കൂടെ ഞാൻ എൻ്റെ കൈ പിടിച്ചിട്ട് ഇടുന്നുണ്ട്. നിങ്ങളുടെ ശ്രീനിവാസ് വൈദ്യർ, വയനാട്.